നമ്മുടെ രാജ്യത്തെ മുൾമുനയിൽ നിർത്തിയ 8 ദിവസങ്ങൾ. അതിന്റെ തുടക്കം ഒരു ക്രിസ്മസ് ദിനത്തിന്റെ തലേന്നാളായിരുന്നു. നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് പറന്ന IC-814 ഇന്ത്യൻ എയർലൈൻസ് വിമാനം ഭീകരവാദികൾ തട്ടിയെടുത്ത് അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിലേക്ക് കൊണ്ടുപോയത് 26 വർഷങ്ങൾക്ക് മുമ്പാണ്. ലോകം മുഴുവൻ അന്ന് 2000 എന്ന സവിശേഷമായ ഒരു പുതുവർഷം ആഘോഷിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് 1999 ഡിസംബർ 24 വൈകിട്ട് 4:20 കാഠ്മണ്ഡു ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യൻ എയർലൈൻസിന്റെ IC-814 വിമാനം പറന്ന് പൊങ്ങിയത്. വിമാന ജീവനക്കാരിൽ ഒരാളായ അനിൽ ശർമ്മ കോക്പിറ്റിൽ നിന്ന് പൈലറ്റുമാർക്ക് ചായ നൽകി പുറത്തിറങ്ങിയപ്പോൾ സ്യൂട്ട് അണിഞ്ഞ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് നേരെ തോക്ക് ചൂണ്ടി. അയാളുടെ മറുകൈയിൽ ഒരു ഗ്രനേഡും ഉണ്ടായിരുന്നു. അയാൾ കോക്പിറ്റിലേക്ക് കയറി വിമാനം റാഞ്ചിയിരിക്കുന്നതായി പ്രഖ്യാപിക്കുകയും ക്യാപ്റ്റൻ സരനോട് വിമാനം പടിഞ്ഞാറൻ ദിശയിലേക്ക് പറപ്പിക്കാൻ ഓർഡർ കൊടുക്കുകയും ചെയ്തു. മറ്റ് 4 വിമാനറാഞ്ചികൾ കൂടി യാത്രക്കാർക്കിടയിൽ നിന്നും എഴുന്നേറ്റ് ആ വിമാനത്തിന്റെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുത്തു. ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയും ഒരു വിമാനയാത്രയിലായിരുന്നു. സൗത്ത് ബ്ലോക്കിൽ ക്യാബിനറ്റ് സെക്രട്ടറി പ്രഭാത് കുമാറും ദേശീയ സുരക്ഷാ ഉപദേശകൻ ബ്രജേഷ് മിശ്രയും ഒരു മീറ്റിംഗ് അവസാനിപ്പിച്ച് പിരിയുമ്പോഴാണ് അലർട്ട് മെസ്സേജ് വരുന്നത്. ഇന്റലിജൻസ് മേധാവി ശ്യാമൽ ദത്ത് ആഭ്യന്തരമന്ത്രി LK അദ്വാനിയെ ഉടനെ ഫോൺ ചെയ്ത് ഈ കാര്യം അറിയിക്കുകയും ചെയ്തു. ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ് വൈകിട്ട് 6 മണിയോടെ യോഗം ചേർന്നു. അപ്പോഴേക്കും ഈ വിമാനം റാഞ്ചപ്പെട്ട് കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ ഏകദേശം പിന്നിട്ടിരുന്നു. അതുവരെ വിമാന റാഞ്ചുകളെ നേരിടാനുള്ള പ്രത്യേക സ്ക്വാഡിനോടോ NSDയോടോ വിമാനത്താവളത്തിൽ തയ്യാറായി നിൽക്കാൻ ആരും ആവശ്യപ്പെട്ടിരുന്നില്ല. ആ വിമാനത്തിൽ ഡൽഹി വരെ പറക്കാനുള്ള ഇന്ധനമേ ഉള്ളൂ. പാകിസ്ഥാനിലെ ലാഹോർ വരെ എത്താനാകില്ലെന്ന് വിമാനത്തിന്റെ പൈലറ്റ് റാഞ്ചികളോട് പറഞ്ഞു. ഇന്ത്യയിലെ ഏതെങ്കിലും വിമാനത്താവളത്തിൽ ഇറക്കി ഇന്ധനം നിറയ്ക്കേണ്ടി വരും എന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിലും റാഞ്ചികൾ ആദ്യം അത് വിശ്വസിച്ചില്ല. എന്നാൽ പിന്നീട് അവർ വഴങ്ങി. ഇന്ധനം നിറച്ച ശേഷം പാകിസ്ഥാനിലേക്ക് പോകാമെന്ന് ക്യാപ്റ്റൻ ശരൺ ഉറപ്പു നൽകിയതോടെ വിമാനം അമൃത്സറിൽ ഇറക്കി. ഇന്ധനം നിറക്കേണ്ടത് അത്യാവശ്യമായിരുന്നു എന്നത് സത്യമാണ്. എങ്കിലും ഇന്ത്യൻ അധികൃതർക്ക് എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള ഒരു സാവകാശം നൽകുക എന്നതുകൂടിയായിരുന്നു പൈലറ്റിന്റെ ലക്ഷ്യം. എന്നാൽ അദ്ദേഹം പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. വിമാനത്തിനടുത്തേക്ക് ഇന്ധന ടാങ്കർ എത്തുന്നത് അധികൃതർ വൈകിപ്പിച്ചു. ഇന്ധനം നിറക്കാൻ വൈകിയതോടെ വിമാന റാഞ്ചികൾക്ക് അപകടം മനസ്സിലായി. ഇന്ത്യൻ സുരക്ഷാ സേന വിമാനത്തിലേക്ക് ഏതു നിമിഷവും ഇരച്ചു കയറുമെന്ന് ഭയന്ന ഭീകരർ വിമാനം ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഉടനെ പാകിസ്ഥാനിലേക്ക് പറത്തണമെന്ന് പൈലറ്റിനെ നിർബന്ധിച്ചു. ഈ ആവശ്യം അംഗീകരിക്കാത്ത പക്ഷം യാത്രക്കാരെ എല്ലാം വധിക്കുമെന്ന ഭീഷണിയും മുഴക്കി. തുടർന്ന് അവർ ഒരു യാത്രക്കാരന്റെ നെഞ്ചിൽ കത്തികൊണ്ട് കുത്തുകയും ചെയ്തു. അതോടെ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് ഒരു നിർദ്ദേശവും ലഭിക്കാതെ തന്നെ ഈ വിമാനം ലാഹോറിലേക്ക് പറത്താൻ പൈലറ്റ് നിർബന്ധിതനായി. കരസേനയും പഞ്ചാബ് പോലീസ് കമാൻഡോകളും ഭീകരർക്കെതിരായ നീക്കത്തിന് ഒരുങ്ങിയിരുന്നുവെന്നും എന്നാൽ അപ്പോഴേക്കും റാഞ്ചികൾ യാത്രക്കാരെ കൊലപ്പെടുത്താൻ തുടങ്ങിയെന്ന വിവരം പുറത്തു വന്നതോടെ അവർ പിന്മാറുകയായിരുന്നുവെന്നും സൈനിക ഉദ്യോഗസ്ഥർ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു. അമൃത്സറിൽ കമാൻഡോ ഓപ്പറേഷൻ നടക്കാതെ പോയെങ്കിലും ആ സമയത്ത് വിമാനത്തിൽ ഇന്ധനം തീരെ കുറവായിരുന്നു. എന്നാൽ വിമാനം പാകിസ്ഥാനിലേക്ക് തന്നെ പറത്തണമെന്ന് റാഞ്ചികൾ നിർബന്ധം പിടിച്ചിരുന്നു. ഇന്ത്യയിൽ മരിച്ചു വീഴാൻ ഞങ്ങൾ തയ്യാറല്ല, മരിക്കുകയാണെങ്കിൽ അത് പാകിസ്ഥാൻ മണ്ണിൽ വെച്ച് തന്നെ വേണം. വിമാനം ലാഹോറിലേക്ക് പറത്തുവെന്നാണ് റാഞ്ചികൾ ആജ്ഞാപിച്ചത്. ഇന്ധനം തീരാറായ ആ വിമാനം ലാഹോർ ലക്ഷ്യമാക്കി പറന്നെങ്കിലും ലാഹോറിൽ ഇറങ്ങാൻ പാകിസ്ഥാൻ അധികൃതർ അനുമതി നൽകിയില്ല. അവർ റൺവേ അടച്ചിട്ടു. വിമാനത്താവളത്തിലെ മുഴുവൻ ലൈറ്റുകളും ഓഫ് ചെയ്തു. വിമാനം ഇറക്കുന്നതിനുള്ള അനുമതി തേടി, പക്ഷേ മറുപടി ഒന്നും കിട്ടിയുമില്ല. അതോടെ വിമാനം അപകടകരമായി ഇടിച്ചിറങ്ങാൻ പോവുകയാണെന്ന് തോന്നിപ്പിക്കുന്ന പോലെ ക്യാപ്റ്റൻ ദേബി ശരൺ റൺവേക്ക് നേരെ വിമാനം കൊണ്ടുവന്നു. വിമാനം തകർന്നാലും ഒന്നുമില്ല, പാകിസ്ഥാന്റെ മണ്ണിൽ മരിച്ചു വീണമെന്ന നിലപാടിൽ ഉറച്ചു നിന്ന റാഞ്ചികൾ യാതൊരു കുലുക്കവുമില്ലാതെ നിലയുറപ്പിച്ചിരുന്നു. എന്നാൽ വിമാനം ഇടിച്ചിറക്കാൻ പോവുകയാണെന്ന് ഉറപ്പിച്ച ലാഹോർ വിമാനത്താവള അധികൃതർ അവസാന നിമിഷത്തിൽ ലാൻഡിങ്ങിനുള്ള അനുമതി നൽകി. ഇന്ധനം അപ്പോഴേക്കും ഏതാണ്ട് പൂർണ്ണമായും തീർന്നിരുന്നു. വിമാനം റൺവേ തൊട്ടയുടൻ ആദ്യ എഞ്ചിനും തൊട്ടുപിന്നാലെ രണ്ടാമത്തെ എഞ്ചിനും ഓഫായി. വിമാനം ഇടിച്ചിറക്കാൻ ശ്രമിക്കുകയും പിന്നീട് ലാൻഡിങ്ങിനുള്ള അനുമതി നേടുകയും ചെയ്തത് തന്റെ രഹസ്യ പദ്ധതി ആയിരുന്നുവെന്ന് ക്യാപ്റ്റൻ ശരൺ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു. ഈ രഹസ്യ നീക്കം സംബന്ധിച്ച എന്തെങ്കിലും സൂചന അന്ന് റാഞ്ചികൾക്ക് ലഭിച്ചാൽ പൈലറ്റുമാർ അടക്കമുള്ളവർ അവരുടെ തോക്കിന് ഇരയാകുന്ന സാഹചര്യവും നിലവിലുണ്ടായിരുന്നു. അതിനാൽ ആരോടും ആലോചിക്കാതെ തനിയെയാണ് ആ സാഹസിക നീക്കം നടത്താൻ നിർബന്ധിതനായതെന്നാണ് ഒരു ചടങ്ങിൽ സംസാരിക്കുമ്പോൾ ക്യാപ്റ്റൻ ശരൺ വെളിപ്പെടുത്തിയത്. എല്ലാ ലൈറ്റുകളും ഓഫാക്കിയതും ഒരു പ്രശ്നമായിരുന്നു. കൂരിരുട്ടിൽ ആദ്യം റൺവേ എന്ന് തോന്നിയ സ്ഥലത്തേക്ക് വിമാനം താഴ്ന്നു പറന്ന് സമീപിച്ചെങ്കിലും അത് അവിടുത്തെ നാഷണൽ ഹൈവേ ആയിരുന്നു. അത് അവസാന നിമിഷമാണ് പൈലറ്റുമാർ തിരിച്ചറിഞ്ഞത്. ഉടൻ തന്നെ വിമാനം ഉയർന്നു പറന്നതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. ലാഹോറിൽ അങ്ങനെ ഇറക്കിയ വിമാനത്തിൽ ഇന്ധനം നിറച്ചു. എന്നാൽ വിമാനം അവിടെ നിന്നും പെട്ടെന്ന് എടുക്കാൻ പാകിസ്ഥാൻ അധികൃതർ ആവശ്യപ്പെട്ടു. അതോടെയാണ് വിമാനം വീണ്ടും പറന്നു പൊങ്ങിയത്. കാബൂളിലും മസ്കറ്റിലും ഇറക്കാൻ ശ്രമം നടത്തിയെങ്കിലും അവിടെയൊന്നും അനുമതി ലഭിച്ചില്ല. അപ്പോഴേക്കും അമൃത്സറിൽ വെച്ച് കുത്തേറ്റ യാത്രക്കാരൻ രക്തം വാർന്ന് മരിക്കുകയും ചെയ്തിരുന്നു. അതിനിടെയാണ് വിമാനം ദുബായ് ലക്ഷ്യമാക്കി പറന്നത്. എന്നാൽ റാഞ്ചിയ ഒരു വിമാനം തങ്ങളുടെ മണ്ണിൽ ഇറക്കാൻ അനുവദിക്കില്ലെന്ന കർശന നിലപാട് UAE അധികൃതരും സ്വീകരിച്ചു. പിന്നീട് ഇന്ത്യ നടത്തിയ നയതന്ത്ര നീക്കങ്ങളുടെ ഫലമായി മാനുഷിക പരിഗണന മുൻനിർത്തി വിമാനം നിലത്തിറക്കാൻ ദുബായ് അനുമതി നൽകി. വിമാനം ഉടനെ തന്നെ ദുബായിൽ നിന്ന് കൊണ്ടുപോകണമെന്ന് നിർദ്ദേശിച്ച അധികൃതർ
ഇന്ധനം നിറക്കണമെങ്കിൽ അതിനു മുമ്പ് വിമാനത്തിലുള്ള പ്രായമായ ആളുകളെയും സ്ത്രീകളെയും രോഗികളെയും വിട്ടയക്കണമെന്ന കർശന നിർദ്ദേശവും മുന്നോട്ട് വെച്ചു. അതോടെ 26 യാത്രക്കാരെ റാഞ്ചികൾ മോചിപ്പിച്ചു. കുത്തേറ്റ് ജീവൻ നഷ്ടമായ യാത്രക്കാരന്റെ മൃതദേഹം വിട്ടുകൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞാണ് വിമാനം കാന്തഹാറിലേക്ക് പറക്കുന്നത്. താലിബാന്റെ നിയന്ത്രണത്തിലായിരുന്നു അന്നും അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കമാൻഡോ ഓപ്പറേഷൻ അടക്കമുള്ളവയുടെ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് താലിബാൻ സൈന്യം വിമാനത്തിന് ചുറ്റും നിലയുറപ്പിച്ചു. താലിബാൻ സംഘത്തിൽപ്പെട്ട ഒരാൾ വിമാന റാഞ്ചിയെ അഭിവാദ്യം ചെയ്യുന്നത് കണ്ടതോടെ താൻ തീർത്തും നിരാശനായെന്ന് ക്യാപ്റ്റൻ അടക്കമുള്ളവർ പിന്നീട് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ഒരു പ്രകോപനം ഉണ്ടായാൽ വിമാനം സ്ഫോടനത്തിൽ തകർത്ത് കളയാൻ തന്നെ സാധ്യതയുണ്ടെന്നും ഇന്ത്യൻ അധികൃതർ തിരിച്ചറിഞ്ഞത് ഈ സമയത്താണ്. അതോടെ യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി ചർച്ച നടത്തുകയാകും ഉചിതമെന്ന നിലപാടിലേക്ക് ഇന്ത്യ എത്തുകയും ചെയ്തു. എന്നാൽ ദിവസങ്ങൾ കഴിയുന്നതോടെ യാത്രക്കാരിൽ മിക്കവരും വളരെയധികം ക്ഷീണിതരായിരുന്നു. ടോയ്ലറ്റുകൾ വൃത്തിഹീനമായി, വിമാനത്തിനുള്ളിൽ ദുർഗന്ധം പരക്കാൻ തുടങ്ങി. അതിനിടെ പ്രമേഹ രോഗബാധിതനായ ഒരാൾക്ക് അടിയന്തര വൈദ്യസഹായം വേണ്ടിവരികയും അദ്ദേഹത്തെ റാഞ്ചികൾ വിട്ടയക്കുകയും ചെയ്തു. അതിനിടയിലും റാഞ്ചികളുടെ വിശ്വാസം നേടിയെടുക്കുന്നതിൽ ഈ ക്യാപ്റ്റൻ വിജയിച്ചിരുന്നു. വിമാനത്തിനുള്ളിലൂടെ നടക്കുന്നതിനും യാത്രക്കാരുമായി സംസാരിക്കുന്നതിനും റാഞ്ചികൾ അദ്ദേഹത്തെ അനുവദിച്ചിരുന്നു. ഭീകരവാദികൾക്ക് മുന്നിൽ തലകുനിക്കേണ്ടി വരരുത്, ജീവൻ നഷ്ടപ്പെട്ടാലും നമുക്ക് അവരെ നേരിടാമെന്ന് ചില യാത്രക്കാർ ക്യാപ്റ്റൻ ശരനോട് പറഞ്ഞത് അഭിമാനത്തോടെയാണ് അദ്ദേഹം ഓർക്കുന്നത്. അനുനയ നീക്കങ്ങൾ വൈകിയതോടെ വിമാനയാത്രക്കാരെ ഒന്നൊന്നായി വധിക്കുമെന്ന് റാഞ്ചികൾ ഭീഷണി മുഴക്കിയെങ്കിലും അതിൽ നിന്നും പിന്നീട് അവർ പിന്തിരിഞ്ഞു. റാഞ്ചികളുമായി ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാർ ഡിസംബർ 27-ന് വിവേക് അഡ്ജു, അജിത് ഡോവൽ, CD സഹോയ് എന്നിവരുൾപ്പെട്ട ഒരു സംഘത്തെ നിയോഗിച്ചു. ആ ചർച്ചകൾക്കൊടുവിൽ കൊടും ഭീകരരായ മൗലാന മസൂദ് അസർ, അഹമ്മദ് ഒമർ സയ്യിദ് ഷേഖ്, മുഷ്താഖ് അഹമ്മദ് സർക്കാർ എന്നിവരെ ഇന്ത്യൻ ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. ഇതോടെ വിമാനത്തിലെ യാത്രക്കാരെ റാഞ്ചികളും മോചിപ്പിച്ചു. റാഞ്ചികൾ ആയുധം വെച്ച് കീഴടങ്ങി. എന്നാൽ താലിബാൻ അവരെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ എത്തിച്ച് സ്വതന്ത്രരായി വിട്ടയക്കുകയും ചെയ്തു. ഈ വിമാനം 1999 ഡിസംബർ 31-നാണ് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് തിരികെ വരുന്നത്. രാജ്യത്ത് വൻ താരപരിവേഷം ലഭിച്ച ക്യാപ്റ്റൻ ശരൺ അടക്കമുള്ളവർക്ക് വലിയ സ്വീകരണമാണ് അന്ന് ലഭിച്ചത്. ഇന്ത്യ ജയിലിൽ നിന്ന് വിട്ടയച്ച കൊടും ഭീകരൻ മസൂദ് അസർ പിന്നീട് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന ഉണ്ടാക്കി ഇന്ത്യയിൽ നിരവധി ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. 2001-ലെ ജമ്മു കാശ്മീർ നിയമസഭ ആക്രമണം, 2001-ലെ പാർലമെന്റ് ആക്രമണം, 2016-ലെ പത്താൻകോട്ട് ആക്രമണം, 2017-ൽ BSF CRPF ക്യാമ്പുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ, 2018-ലെ സുൻജാൻ സൈനിക ക്യാമ്പ് ആക്രമണം, 40 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട 2019-ലെ പുൽവാമ ആക്രമണം എന്നിവ ഇതിൽപ്പെടുന്നു. ഈ വർഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തിൽ മസൂദിന്റെ കുടുംബത്തിൽപ്പെട്ട 10 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പോഴും നമ്മുടെ രാജ്യം തേടിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദികളുടെ പട്ടികയിൽ ഒന്നാമത് മസൂദ് അസർ തന്നെയാണ്. അതിൽ 4-മനാണ് ദാവൂദ് ഇബ്രാഹിം. മസൂദ് അസറിനെ വിട്ടുകിട്ടാൻ വേണ്ടി ഭീകരർ രണ്ടും കൽപ്പിച്ച് വിമാന റാഞ്ചാൻ ഇറങ്ങിയതും അയാൾ അവരുടെ കൂട്ടത്തിലെ തീവ്രവാദികളുടെ ഏറ്റവും വലിയ ബുദ്ധികേന്ദ്രം ആയതുകൊണ്ട് തന്നെയാണ്.